കാസർഗോഡ് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വിഷം കഴിച്ച് ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത്. ബ്ലേഡ് മാഫിയ സംഘത്തിൽപ്പെട്ട സ്ത്രീകൾ ശ്വേതയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് സംശയം. മർദ്ദിച്ചിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാറക്കൽ വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, ഈ ആത്മഹത്യ അതിന്റെ അന്വേഷണത്തിലേറെ നിർണായകമാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. ഈ മാഫിയയിൽ സ്ത്രീകളുമുണ്ട്, മാഫിയയിൽ സ്ത്രീകളും മർദ്ദനത്തിന് ഇറങ്ങാറുണ്ട് എന്നതടക്കം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ലേ? ഹഷ്മി, തീർച്ചയായും ഈ കേസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അജിത്തിൻ്റെയും ശ്വേതയുടെയും വീട്ടിലാണ്. അജിത്ത് ഇന്നലെ ഈ വിഷം കഴിച്ച ശേഷം ഇവിടെയാണ് വീണ് കിടന്നിരുന്നത്. വാതിലിനോട് ചേർന്നാണ് വീണ് കിടന്നിരുന്നത്. മുറ്റത്തായിരുന്നു ശ്വേത കിടന്നിരുന്നത്. അയൽവാസികളാണ് ഓടിയെത്തിയവരെ ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പോലീസ് അതിനുശേഷം അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്താണ് ഈ ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നൊരു അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഈ അടുത്ത വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഈ അയൽവാസികൾ, ഈ സ്ത്രീ, അതായത് ശ്വേത പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് രണ്ട് സ്ത്രീകൾ ഇരുചക്ര വാഹനത്തിലെത്തി ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു, മർദ്ദിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ ഇവർക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അയൽവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. എന്തായിരുന്നു ആ ദൃശ്യങ്ങൾ എവിടെ നിന്ന് ലഭിച്ചതാ? ദൃശ്യങ്ങൾ CCTV വന്നതെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇന്നലെ ഈ കണ്ട സംഗതി, ഈ തൊട്ടടുത്തുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ ഇന്നലെ സംഗതിക്ക് പോകുമ്പോൾ ഒരു 3 മണിയാകുന്ന സമയത്ത് അവിടത്തേക്ക് എത്തുമ്പോൾ പിന്നെ ഓരോ വീട്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് ചെറിയ തോന്നൽ കണ്ട് തിരുമ്പലത്തേക്ക് ഓളോട് വീണിട്ടുണ്ടായിരുന്നു. ഈ പൈപ്പിൽ വെള്ളം ഇങ്ങനെ പോകുന്ന സൗണ്ട് കണ്ടിട്ട് അപ്പോൾ ഓള് വന്നിട്ട് ഓളെ മോളോട് പറഞ്ഞ് സുഖമില്ലാതെ പനി വന്നിട്ട് വീണിട്ടുണ്ടാവും, ഒന്ന് ഏത്താൻ പറഞ്ഞ് ഓനോട് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഓള് ഫോണാക്കി എൻ്റെ ഭാര്യയൊക്കെ. അപ്പോൾ ഓള് ഭാര്യ വന്ന് ഞാനും വന്ന് തൊടാൻ പറ്റില്ല, കാരണം ബായിലൊക്കെ പത വന്നിട്ടുണ്ടായിരുന്നു വിഷം കുടിച്ച്. അപ്പോൾ അകത്തുനിന്ന് ഓളും കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് 100 നമ്പറിലേക്കും വിളിച്ച് 108ലേക്കും വിളിച്ച്. അപ്പോൾ പോലീസ് പറഞ്ഞ് നീ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചോ, ഞങ്ങൾ വരാമെന്നും പറഞ്ഞ്. അങ്ങനെ ആശുപത്രി, ഞങ്ങൾ തൊട്ടടുത്തുള്ള ആശുപത്രി എത്തുമ്പോൾ പറഞ്ഞ് നിങ്ങൾ മംഗലാപുരത്ത് കൊണ്ടുപോകണം, കാരണം വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ മംഗലാപുരത്ത് നിന്നിട്ട് കേസ്. ഏത് രീതിയിലുള്ള വിഷമാണ് കഴിച്ചിരുന്നത്? അത് മറ്റേ കൃഷി സംബന്ധമായൊരു വിഷമാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഫോട്ടോ അതാണ് ഒരു കഴിച്ച് പച്ച കളറുള്ള സംഭവമാണ് അകത്ത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാങ്കിങ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ രണ്ടാമത് വന്ന് നോക്കുമ്പോൾ ഹാങ്കിങ് ആക്കാൻ പള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹാങ്കിങ് ചെയ്തിനായില്ലെന്ന് അറിയില്ല, ഡോക്ടർ പറഞ്ഞ് ഹാങ്കിങ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. ഇവര് ഈ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, ഈ ബ്ലേഡ് മാഫിയ ഇവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ 2-3 കോൾ വന്നിട്ടുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് പൈസ ബാക്കിയുണ്ട് തരണം പറഞ്ഞു. പക്ഷേ ഇന്നലെ ഇവരോട് അബോധാവസ്ഥയിൽ കിടന്നിട്ടുള്ള സമയത്താണ് ഫോണിൽ സംസാരിച്ചു. ഞാനും സംസാരിച്ചു. പക്ഷേ എൻ്റെ വേറെ ഫോൺ വേണ്ടി അവനും സംസാരിച്ചു. പക്ഷേ ഇടപാട് കുറേ ബാക്കിയുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ആരും എന്തെന്ന് അറിയുന്നില്ല അതിപ്പോൾ. ഹാഷ്മി, ഇവരെ, അതായത് അജിത്തിനെയും ശ്വേതയെയും ബ്ലേഡ് മാഫിയ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി ആരാണ്, എന്താണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരണം. ഇപ്പോഴെന്തായാലും മഞ്ചേശ്വരം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മൃതദേഹം ഈ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർക്കൊരു മകനുണ്ട്, 3 വയസ്സുള്ള ഒരു മകനുണ്ട്. ആ മകനെ സഹോദരിയുടെ വീട്ടിൽ ആക്കിയാണ് ഇവർ ഈ കടുംകൈ ചെയ്തതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ ആത്മഹത്യയ്ക്ക് പുറകിൽ, ആരാണ് ഈ ബ്ലേഡ് മാഫിയ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.